ആക്ച്വലി ബാനുവിനൊരു വിശേഷമുണ്ട്. ഡയപ്പർ ഇടാ തന്നെ എനിക്ക് വേണ്ട. വെഡിങ് ആനിവേഴ്സറി വിഷസ്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തീക്കോയിലാണ് കേട്ടോ. തീക്കോയിൽ എവിടെ പോകുന്ന ചോദിച്ചാൽ അഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മോട് ചോദിച്ചായിരുന്നു നമ്മുടെ ബാനുവിന് എന്നാ ഉണ്ട് വിശേഷം എന്ന്. ആക്ച്വലി ബാനുവിനൊരു വിശേഷമുണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരെ അഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇതേ വീടെത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ, ഫുള്ള് മഴ പെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ബാനുവിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിശേഷമുണ്ട്, എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, നമ്മൾ വണ്ടി ഇത് ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യട്ടെ. ഇതാണ് അഞ്ജുവിൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യട്ടെ. അടിപൊളി വണ്ടി നമ്മളിവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. മുട്ടൻ അവിടെ കയറുമോ? ചെറുത് കയറുമോ? ഞാൻ ആളെ കാണിച്ചു തരാം കേട്ടോ. ആളെ കാണിക്കുന്നതിന് അമ്മയാണെങ്കിൽ പഴം എടുത്തിട്ടുണ്ട്, കാരണം അവളെ കൂട്ടി നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ചെറിയ ആളുണ്ട്, ആള് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഓ ദേ ഒരാള് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ദേ പുറകെ വരുന്ന ആളെ കണ്ടോ? നീ ഇറങ്ങി വന്നേ. എന്നാ പഴം നിന്നോ, പഴം നിന്നോ, പഴം നിന്നോ. ദേ ഇതാണ് സംഭവം കേട്ടോ. ആദ്യത്തെ കുഞ്ഞാണ്, അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കറക്റ്റ് ഇവളെപ്പോലെ തന്നെ ഉണ്ട് കേട്ടോ. ആണോ? ചെറുക്കനെ പോലെ അടിക്കുന്നേ. ഇത് മുട്ടനല്ലേ? ദേ ഇതാണ് കേട്ടോ ആള്. ഇവളാണെങ്കിൽ മുട്ടനാണ്. ഇത് കണ്ടോ, ഇവളല്ലേ, സോറി ഇവനാണ് കേട്ടോ, മുട്ടനാണ്. കറക്റ്റ് അപ്പനെ പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞേ. ഇത് കണ്ടോ, ഒരു കുഞ്ഞേ ഉള്ളൂ. പുറകെ ഫുൾ ടൈം അതിനുള്ള പുറകെയാണ് കേട്ടോ. ബാനു ബാനു കുഞ്ഞിനെ നോക്കട്ടെ. അപ്പോൾ അവൻ എടുത്തു നോക്കിയപ്പേ, അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് എടുത്തു നോക്കിയേ, ഭയങ്കര ക്യൂട്ടാണല്ലോ. ഒന്ന് പൊക്കിക്കേ, ഭയങ്കര സോഫ്റ്റ് അല്ലേ? അയ്യോ, ഇതുണ്ടല്ലോ നമ്മുടെ ബാനുവിനെ പോലെ തന്നെയാണ്. കറക്റ്റ് ഇവളുടെ ദേഹത്ത് ഭയങ്കര നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ആണോ? ഇന്ന് കുളിപ്പിച്ചാന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഇത് കണ്ടോ ഇരിക്കുന്നുണ്ടോ? ആണോ? ദേ പോവാണ് കേട്ടോ. കുഞ്ഞു വാലൊക്കെ ഉണ്ട്, അതിന്റെ പുറകെ ഫുൾ ടൈം അമ്മയുടെ പുറകെയാണ് കേട്ടോ. അടിപൊളി. ദേ ഇതുണ്ടോ, അഞ്ചിനുള്ള ഉമ്മ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. ഇന്നത്തെ ഒരു ഫാമിലി വീഡിയോ ആണ്, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് എൻ്റെയും അഞ്ജുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരെ UK പോവാണ്. അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ വീഡിയോ പോലെ ഫുള്ള് യാത്രയൊന്നും കാണിക്കത്തില്ല, കാരണം നമ്മൾ UK പോകുന്ന വീഡിയോ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ UK. അപ്പം ഞാൻ വരുമ്പോഴേക്കും ചെറുക്കാപ്പി ഇങ്ങനെ വന്നേ, ഞാൻ എടുക്കട്ടെ ചെറുക്കാപ്പിയിൽ. അയ്യോ, മൂത്രം ഒഴിക്കാണ്ട് ഡയപ്പർ കടിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുളമ്പടാ, കുഞ്ഞാലിക്കുളമ്പടാ. എന്നാ പിടിച്ചോ, ഡയപ്പർ ഇടാ തന്നെ എനിക്ക് വേണ്ട. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ കൊച്ചിക്കാണ്. അതിന് മുമ്പുണ്ടല്ലോ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യട്ടെ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയ്ക്ക് 2 സസ്പെൻസ് ഉണ്ട്. 2 സസ്പെൻസ് എന്താണെന്ന് മാഞ്ചസ്റ്ററിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് അഞ്ജുന് ഞാൻ 2 സസ്പെൻസ് ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിനോവാശനാണെങ്കിൽ ഇതേ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റിയിടുവാണ്. അതേ വണ്ടി കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലഗേജ് നമ്മൾ പുറകിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. ചൂണ്ടയൊക്കെ നമ്മൾ എടുത്ത് വെക്കുവാണ് കേട്ടോ. ചൂണ്ടയൊക്കെ എൻ്റെ ചൂണ്ട അവിടെ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു ചൂണ്ടയുടെ ആവശ്യമില്ല. ചെറുക്കൻ ഇവിടെ എന്നാ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗെല്ലാം എടുത്ത് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. 2 ബാഗേ ഉള്ളൂ, ഒരു ക്യാബിൻ ബാഗും ഒരു ചെക്കിൻ ബാഗും. അപ്പോൾ പോയിട്ടാ, ബൈ ബൈ പോവാണേ, പോയിട്ടാ കേട്ടോ. ചെറുക്ക പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. ഇങ്ങനെ പോയിട്ടേ, പെട്ടെന്ന് വരാം പോയിട്ട്. എന്നാൽ കയറിക്കോപ്പേ. ബൈ ബൈ. കുഞ്ഞാൻ്റീനെയൊക്കെ നോക്കിക്കോളാം കേട്ടോടാ, കുഞ്ഞാൻ്റീനെയൊക്കെ നോക്കിക്കോളാം കേട്ടോ. മമ്മി പോവാണേ, ബൈ ബൈ. ചേച്ചി ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇനി നേരെ മാഞ്ചസ്റ്ററിലേക്കാണ്. ടിങ്കർ ബൈ ബൈ. മമ്മി ബൈ ബൈ. പോയിട്ട് വരാവേ. ടിങ്കറെ ബൈ ബൈ. പോവാണേ, അവിടെ ചെറിയൊരു വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കൊച്ചിക്കാണ്. കൊച്ചിയിൽ നിന്ന് 5:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെയുണ്ടല്ലോ നമ്മളിപ്പോൾ നെടുവന്നൂർ എത്തിയിട്ടുണ്ട്. ദേവസ്യങ്ങളും നിതിനുമുണ്ട് എന്നെ കൊണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ജിനോവാശ വണ്ടി ഓടിക്കുന്ന പപ്പ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മാഞ്ചസ്റ്ററിലേക്കാണ് കേട്ടോ. അങ്ങനെയുണ്ടല്ലോ ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന് ശേഷം വീണ്ടും മാഞ്ചസ്റ്റർ. ഫുള്ള് മഴയാണ് കേട്ടോ ഇന്ന് രാവിലെ. ഇവിടെ വിൻ്റർ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ തണുപ്പുമുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്. അപ്പോൾ അഞ്ജുവും ദിബുവും അജയും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ T2 വെസ്റ്റ് കാർ പാർക്കിലാണ്, പിക്കപ്പ് സോണാണ്. അപ്പോൾ ഇവിടെയാണ് അവരെന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് കയറി കഴിയുമ്പം
ഇവിടെയാണ് പാർക്കിംഗ് സ്പോട്ട് വരുന്നത്. ഞാൻ ഇവിടുന്ന് കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് നടക്കുവാണ് കേട്ടോ. അവർ കയറി വരുന്ന മിക്കവാറും നേരെ ഫ്രണ്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ അങ്ങ് നടക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. ഞാനാണെങ്കിൽ ഇതിലുമ്പോൾ ഇവിടെ തപ്പി നടക്കുമായിരുന്നു. ഇവര് വേറെ എവിടെയൊക്കെയോ വണ്ടി ഇട്ടാ വരുന്നത് കേട്ടോ. സുന്ദരിയായിട്ടുണ്ടല്ലോ. വെഡിങ് ആനിവേഴ്സറി വിഷസ്. അയ്യോ കെട്ടിപ്പിടിക്കും. സെയിം ടു യു. നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? എന്തുവാ? ദേ അപ്പൊ എന്താണെങ്കിലും അഞ്ജു വന്നിട്ടുണ്ട്, അജയ് വന്നിട്ടുണ്ട്, ദേ ദീപും വന്നിട്ടുണ്ട്. ഫുള്ള് മഴയായിരുന്നല്ലേ ഇന്ന്? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എവിടെ? ചുമ്മാ കൈയും വീശാണോ വരുന്നേ? എന്നാ ഗിഫ്റ്റ് ആണോ? എന്നാ വീട്ടിൽ ചെന്ന് നോക്കാം കേട്ടോ. എനിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് അഞ്ജുന് കൊടുക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവരെന്താ ഉടായ്പാണ് ഇവിടെ കണ്ട സംശയം കേട്ടോ അജയനെ. അതെ, ഇവള് രാവിലെ എണീറ്റ് വരുമോ? എന്നാ അടിയത്? യെസ്. അപ്പം നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വണ്ടിയിൽ വെക്കുകയാണ് കേട്ടോ. അജയ് എന്നാണ് വിശേഷം? അച്ചാറൊക്കെ ബാഗിനകത്ത് ഇരിക്കുക. അതെ, എല്ലാം ഉണ്ട്. എല്ലാം വന്നു. ഒരു സാധനം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ദിബു ഇന്ന് ലേറ്റ് അല്ലേ? അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഞ്ജു എനിക്ക് വെഡിങ് ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ അഞ്ജു നിന്നെ കാണിച്ചു തരാം. നിനക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് എൻ്റെ കയ്യില്. അതെങ്ങനെ നിനക്കറിയാന്നേ? അജയ് എന്ത്? അവളെങ്ങനെയാ നിന്റെ ചാറ്റ് എടുത്ത് നോക്കിയോ? അപ്പൊ നീ എങ്ങനെയാ അറിഞ്ഞേ? ഇവിടെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുന്നോ? എന്നാ എന്റെ സ്റ്റോറി പറഞ്ഞേ? ഏത് സ്റ്റോറി പറ? അത് ഞാൻ എവിടെയാ ഇൻസ്റ്റാഗ്രാം? അയ്യോ, ഞാൻ ആ പോസ്റ്റ് ഇട്ടതിനകത്ത് ഇത് കവറുണ്ടോ? അയ്യോ, എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഞാൻ കാണിച്ചപ്പോ ഇവക്ക് റിയാക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവക്ക് അറിയാന്ന്. അതെ, ഞാൻ ആ മറ്റേ ഒട്ടകത്തിന് ഷർട്ട് ഇട്ട ഫോട്ടോ ആണോ? അതിനകത്ത് കവറുണ്ടോ? അയ്യോ, എന്നാ വേറെ സസ്പെൻസ് കൂടെ ഉണ്ട്. നീ ഒരിക്കലും ചിന്തിക്കാത്ത സസ്പെൻസ്. അത് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. നമ്മളിനി വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പാർക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദിബു ദേ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നു. ഫുള്ള് മഴയാണ് കേട്ടോ. അങ്ങനെ ദിബു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ലഗേജ് എടുക്കാൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കറക്റ്റ് 24.5 കിലോ. അതേതാ നിന്റെ ചെരുപ്പ്, ഷൂസ് പുതിയ മേടിച്ചാണോ? ഈ ഇരിക്കുന്ന വീണയുടെ സൈക്കിളാണ് കേട്ടോ. ഈ ഒരു സൈക്കിൾ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴേക്കും കുറെ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമം നടത്തിയ സൈക്കിളാണ്. പക്ഷെ ഞാൻ അവന്മാരെ ഓടിച്ചു കേട്ടോ. അല്ലെങ്കിൽ ആ സൈക്കിൾ കൊണ്ടുപോയനെ. ഇവിടെ ഈ ഒരു സംഭവം കറക്റ്റാണ്. നമ്മൾ സൈക്കിളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് എടുത്തോണ്ട് പോകും കേട്ടോ. ഇത് ജസ്റ്റ് ഡോർ തുറന്ന് നടക്കുമായിരുന്നു. അവന്മാരത് ഫൂട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എണീറ്റോ എല്ലാവരും? വീണ എന്ത് ചെയ്യാ പോയോ? വീണ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. വീണയ്ക്ക് ഇന്ന് ലോങ് ഡേ ആണ്, കുറേ നാളുകൾക്ക് ശേഷം. അങ്ങനെ അയ്യോ, എവിടെ എൻ്റെ ഗിഫ്റ്റ്? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എവിടെ? ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് എടുക്കാതെ ഇവിടെ പരിപാടിയൊന്നുമില്ല. ചെരുപ്പ് ഊരിയിടട്ടെ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീണയുടെ ഹസ്ബൻഡ് അലൻ. ഹലോ, അലൻ ചങ്ങനാശ്ശേരിയാണ്. അലൻ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി അല്ലേ? 2 ആഴ്ച. ഞങ്ങൾ ആക്ച്വലി കല്യാണത്തിന് കണ്ടത്, അതിനുശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ആ വീണ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഒരു കാര്യം ചെയ്യാം, എവിടെ പോവാ? ഞാൻ പറഞ്ഞോ? ഇവളുടെ മോന്ത കണ്ടിട്ടോ എനിക്ക് ഇങ്ങോട്ട് പിടിക്കാത്തത്. ഒരു പുച്ഛ ഭാവമുണ്ട് ഇവൾക്ക്. ഞാൻ തുറന്നേ, എനിക്ക് കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട്. ഓ, ജാക്കറ്റ് ആണോ? ഓ അത് നല്ല കേട്ടോ. പിടിച്ചാ ഇട്ടോ അവിടെ. കൃത്യം സ്മോള് പറ്റത്. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്റെ പെട്ടി പൊട്ടിക്കേ. അത് തന്നെ. ഒരു കാര്യം ചെയ്യാം, നിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ലഗേജ് ബാഗിന് എടുത്ത് മേളിൽ കയറ്റി വെച്ചതാ. അഞ്ജുന് ഞാനൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി രണ്ടാമത്തെ ഗിഫ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. തുറക്ക് ബുദ്ധിപരമായിട്ട്. അതല്ല, അതെടുത്ത് മാറ്റിക്കോ. ഈ ബാഗ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് തീറ്റ സാധനങ്ങളാണ് കേട്ടോ. ഫുള്ള് എന്നോട് ഇവിടെ ആകപ്പാടെ കൊണ്ടുവരാൻ പറഞ്ഞൊരു സാധനമാണ് പേരയ്ക്ക. കുറെ ഉണ്ട്. ഏത്? പിന്നെ ദേവസ്യങ്ങൾ സ്പെഷ്യൽ നല്ല ലഡു, നല്ല ജിലേബി, ഹോം മെയ്ഡ്. അതായത് ഇന്നലെ ഉണ്ടാക്കിയ സാധനം. ഇന്നലെ ഉണ്ടാക്കിയതാ.
ദിവസങ്ങളിൽ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഡേ ദീപുവിന് പഴം ചിപ്സ്. ദിവസങ്ങൾ ദീപുവിനൊന്നും കൊടുത്തില്ലെന്ന് ചോദിച്ചു. അഞ്ചു ഇതിനകത്ത് പെട്ടെന്ന് തപ്പിയെടുക്കുക. ആ നിനക്കൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് അതിനകത്ത്. ഇത് ഒന്നും കൂടി ഉരുട്ടേണ്ടി വരും കേട്ടോ. അടുത്ത് കഴിച്ചോ. നല്ല ചിപ്സാ, നല്ലതാ. ഞാൻ കഴിച്ചു. ഇതന്നെ. ആ എടി നിന്റെ അമ്മ എനിക്കുണ്ടല്ലോ. എടി നിന്റെ അമ്മ എനിക്ക് ഒരു എയർപോർട്ടിന്റെ കവർ തന്നിട്ട്, ഒരു എയർപോർട്ടിന്റെ കവർ എനിക്ക് തന്നിട്ട്. എന്നെ അത് അജയുടെയാണ്. ഇവിടെ അജയ്ക്ക് അച്ചാറും പിന്നെ എയർപോർട്ടിന്റെ കവറും. പിന്നെ തപ്പിയെടുക്ക്. ആ ഗിഫ്റ്റാന്ന് നിനക്ക് തോന്നുന്ന സാധനം മാത്രം എടുത്താൽ മതി. അതൊക്കെ എൻ്റെ ചൂണ്ടയാണ്. തപ്പഞ്ചു തപ്പ്. പേരയ്ക്ക. ഇതെന്നറിയോ? മീൻ തലക്കടിച്ചു കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. റിപ്പർ. അയ്യോ ഇത് ഇവരുടെ പണിയായത്. ആ ഇതാണെങ്കിൽ നിനക്ക് തെർമല്. ഇതുണ്ടോ? ഇഷ്ടം പോലെ പാവയ്ക്ക വറുത്ത്. അതെ അഞ്ചു പെട്ടെന്ന് തപ്പി എടുക്കാം അഞ്ചു. അതെ തീറ്റ സാധനങ്ങൾ മാത്രം. എൻ്റെ ഒരു തുണി പോലും ഇല്ല അതിനകത്ത്. അതൊന്നും ഇല്ലല്ലോ. അതൊന്നുമല്ല. ഇത് ഞാൻ തന്നെ ഗിഫ്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര. ഇനി ഞാൻ എടുത്തില്ലേ. കിട്ടി. കാണിക്കേ. ഇതെന്നറിയോ? കമ്മലായിരിക്കും. അഗെയിൻ പെൻഡൻ. ഞാൻ മേടിച്ച പെൻഡൻ മാത്രമേ മേടിക്കത്തുള്ളൂ. അതാണ് അഞ്ചു പറഞ്ഞു വരുന്നത്. അല്ല നല്ല എനിക്ക് പെൻഡനാണ് ഇഷ്ടം. എനിക്ക് മോതിരത്തിന് അങ്ങനെ ഇഷ്ടം പോലെ. ഇത് എടുത്തിട്ടെ മാല ഇട്ടെ. എടി നല്ലതല്ലേ എടി? ഇത് വെറൈറ്റി സാധനമല്ലേ അല്ലേ? കാര്യം ഇത്രേ ഉള്ളൂ. എന്നാ മാല എടുക്ക്. ഓ ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ്. ഇത് അഞ്ചിന് മാല ഇടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഗിഫ്റ്റ് ഞങ്ങൾ ലണ്ടൻ പോവാണ്. ലണ്ടൻ എന്തിനാണ് പോകുന്നത് ചോദിച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ബാക്കി അവിടെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആരൊക്കെ ലണ്ടൻ വരുന്നുണ്ട് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നാളെ അറിയാം കേട്ടോ.